ചരിത്രപ്രസിദ്ധമായ വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് ദേശകുരുതി ഫെബ്രുവരി മാസം 6 നടക്കും. ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് കാൽനാട്ടി 41 ദിവസം നാലമ്പലത്തിന് തെക്ക് ഭാഗത്തുള്ള കൊടുങ്കാലി നടയിൽ തെക്കുപുറത്ത് ഗുരുതി നടത്തിയ ശേഷം വടക്കുപുറത്ത് നടക്കുന്ന ദേശകുരുതിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഊരാഴ്മയും മുൻ ശബരിമല മേൽശാന്തിയുമായ ഇണ്ടന്തുരുത്തിമന എൻ നീലകണ്ഠൻ നമ്പൂതിരി, തീയാട്ട് ആചാര്യൻ ശ്രീ തലയാഴം തെക്കേടത്ത് ശശിധര ശർമ്മ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു സാന്നിധ്യമാണ് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. കർണകീ സങ്കല്പത്തിലുള്ള ഭഗവതിയാണ് ഇവിടെ ആരാധിക്കുന്നത്. വൈക്കത്തപ്പനുമായിട്ട് അഭേദ്യബന്ധമുള്ള ഒരു ദേവീക്ഷേത്രം കൂടിയാണ് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം. വൈക്കത്തപ്പൻ്റെ മകളെന്ന സങ്കല്പത്തിലാണ് മൂത്തേടത്തുകാവ് ഭഗവതിയെ ഭക്തജനങ്ങൾ ആരാധിക്കുന്നത്. വൈക്കം ക്ഷേത്രമായിട്ട് വിശേഷപ്പെട്ട അഷ്ടമി ഉത്സവത്തിന് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയെ എഴുന്നള്ളിച്ച് വൈക്കത്തപ്പൻ്റെ എഴുന്നള്ളിപ്പിനോടുകൂടി അവിടെ പൂജാ ചടങ്ങുകളിലും മറ്റും അഷ്ടമി ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ മൂത്തേടത്തുകാവിലെ ഉത്സവത്തോടനുബന്ധിച്ച് വൈക്കത്തപ്പൻ്റെ ക്ഷേത്രത്തിലും അതുപോലെ ഉദയനാപുരം ക്ഷേത്രത്തിലും ദേവിയെ എഴുന്നള്ളിച്ചു പോയി ഇറക്കിപ്പൂജ നടത്താറുണ്ട്. അങ്ങനെ വൈക്കത്തപ്പനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. വൈക്കത്തപ്പൻ്റെ ഈ 12 വർഷം കൂടുമ്പോഴുള്ള വടക്കുപുറത്ത് പാട്ടിനോട് അനുബന്ധിച്ച് അതിൻ്റെ സമാപ്തി നടത്തുന്നത് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. മേടമാസം ആയതുകൊണ്ട് മേടം 1-ാം തീയതി വിഷു കഴിഞ്ഞാൽ ഭഗവതി മധുരാപുരിക്ക് പോകുന്നുള്ള ഒരു സങ്കല്പം കൊണ്ട് ക്ഷേത്രം നട 3 മാസത്തെ തുറക്കാത്തതുകൊണ്ടും അതിൻ്റെ അടുത്ത വർഷമാണ് മൂത്തേടത്തുകാവിൽ ഈ വടക്കുപുറത്ത് പാട്ടിൻ്റെ അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നത്. അത് വടക്കുപുറത്ത് ദേശകുരുതി എന്നുള്ള സങ്കല്പത്തിലാണ്. ഫെബ്രുവരി മാസം 6 ദീപാരാധനയ്ക്ക് ശേഷം മേൽശാന്തി ശ്രീ ജയചന്ദ്രൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ തെക്കുപുറത്ത് ഗുരുതി, തുടർന്ന് മണ്ഡപത്തിലെഴുതിയ ദേവിയുടെ രൂപം മായ്ച്ച് തീയാട്ട് നടത്തി അതേ വേഷത്തിൽ തീയാട്ട് ഉണ്ണി രാത്രി ആരംഭിക്കുന്ന വടക്കുപുറത്ത് ഗുരുതിയുടെ തർപ്പണം നടത്തും. 256 ഖണ്ഡങ്ങളിലാണ് ഗുരുതിക്കളം ഒരുക്കുന്നത്. 256 നാഴി അരിയുടെ നിവേദ്യം, 32 നാഴി അരിയുടെ വറപ്പൊടി, 16 പാത്രങ്ങളിൽ ഗുരുതി, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് എന്നിവ ചേർത്ത് ഒരുക്കുന്ന നിണവും ഗുരുതിക്ക് ഉപയോഗിക്കും. നിത്യേന വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ രാവിലെ 12,000 പുഷ്പാഞ്ജലി, വൈകിട്ട് വിൽപ്പാട്ട് എന്നിവ നടക്കും. വിവിധ സമാജങ്ങളുടെ താലപ്പൊലിയും ക്ഷേത്രത്തിൽ നടക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ വടക്കുപുറത്ത് പാട്ടിന്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത് മൂത്തേടത്തുകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് ദേശകുരുതിയോടാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് 2025 ഏപ്രിൽ മാസം 2 മുതൽ 13 വരെയാണ് നടന്നത്. കൊടുങ്ങല്ലൂർ ദേവിയെ സങ്കല്പിച്ചാണ് വൈക്കം ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് ദേവിയുടെ കളമെഴുതി പാട്ട് നടത്തിയത്. വൈക്കം ക്ഷേത്രത്തിൽ നടന്ന വടക്കുപുറത്ത് പാട്ടിന്റെ സമാപനമായി നടന്ന ഗുരുതിയിൽ തൃപ്തരാകാത്ത ഭൂതഗണങ്ങൾക്ക് വേണ്ടിയാണ് മൂത്തേടത്തുകാവിൽ വടക്കുപുറത്ത് ഗുരുതി നടത്തുന്നത്. കണ്ണകി ഭാവത്തിലുള്ള മൂത്തേടത്തുകാവ് ഭഗവതി വൈക്കത്തപ്പന്റെ പുത്രിയാണെന്നാണ് വിശ്വാസം. വൈക്കത്തഷ്ടമി നാളിൽ മൂത്തേടത്തുകാവിലമ്മയുടെ എഴുന്നള്ളിപ്പും ശ്രദ്ധേയമാണ്. മൂത്തേടത്തുകാവിലെ ഉത്സവത്തിന്റെ ഭാഗമായി വൈക്കം ഉദയനാപുരം ക്ഷേത്രങ്ങളിൽ എത്തുന്ന കാവിലമ്മയ്ക്ക് ഇറക്കിപ്പൂജയും നിവേദ്യവും നടത്തുന്നതും ആചാരമാണ്. മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഒന്നാണ് വടക്കുപുറത്ത് ദേശകുരുതി. കഴിഞ്ഞ 5 തവണ ഈ ചടങ്ങ് എനിക്കാണ് ചെയ്യാൻ ദേവി അനുവദിച്ചത്. ഈ വർഷവും അതുപോലെ തന്നെ വടക്കുപുറത്ത് ദേശകുരുതി നടക്കുകയാണ്. ഭദ്രകാളി ദേവിയുടെ ഭൂതഗണങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനാവശ്യമായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, മറ്റ് ചടങ്ങുകൾ വൈദിക വിധിപ്രകാരവും താന്ത്രിക വിധിപ്രകാരവും നടത്തപ്പെടുന്ന ഒന്നാണ് വടക്കുപുറത്ത് ദേശകുരുതി. കേരളത്തിൽ അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ദേശകുരുതി നടത്തുന്നെങ്കിലും മൂത്തേടത്തുകാവ് ദേവീക്ഷേത്രത്തിലെ വടക്കുപുറത്ത് ദേശകുരുതി പല കാര്യങ്ങൾ കൊണ്ടും
വൈദിക താന്ത്രിക വിധിപ്രകാരം കൃത്യമായി നടക്കുന്നത് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. വി വിഷൻ ന്യൂസ് വൈക്കം.